യുവർ മൈൻഡ്. മനസ്സിനെ പുതുക്കുക. മനസ്സിനെ പുതുക്കുക എന്ന് പറയുമ്പം നമ്മുടെ ഉള്ളിലോട്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ദൈവം നോക്കിക്കുന്നത്. മനസ്സ്, ദേഹം, ദേഹി, ആത്മാവ്. ദേഹം എന്ന് പറയുന്നത് നമ്മുടെ പുറത്തെ ശരീരമാണ്. ദേഹി എന്ന് പറയുന്നത് അവെയർനെസ്, മനസ്സ് അതിനകത്ത് വരും. മൈൻഡ്, തോട്ട്സ്, ഇമോഷൻസ്, ഇതൊക്കെ ഞാൻ ആരെന്നുള്ള അവെയർനെസ്, അതെല്ലാം ആ സോൾ ഏരിയയിൽ വരും. അത് ദേഹീ തലത്തിലാണ് അത് വരുന്നത്. അപ്പം അതിലൊരു ഭാഗമാണ് മനസ്സ്. നമ്മൾ മനസ്സുകൊണ്ട് കാര്യങ്ങളെല്ലാം, പുറമേയുള്ള കാര്യങ്ങളെല്ലാം അറിയും. അറിവ് കൊണ്ട് ജ്ഞാനം ഉണ്ടാകുന്നില്ല. അറിവ് നമുക്ക് കുറച്ച് ഉപയോഗം, പക്ഷെ അറിവ് ദൈവസന്നിധിയിൽ കൊടുത്ത് അത് നമുക്ക് പ്രയോജനമുള്ളതാക്കണമെങ്കിൽ പരിജ്ഞാനം ദൈവം തമ്പുരാൻ ഇട്ട് തരും. അതുകൊണ്ടാണ് ഒത്തിരി വായിക്കുന്നവരല്ല ചിലപ്പം വലുതായിട്ട് മാറുന്നത്. ഇപ്പോൾ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ മോള് പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ കോളേജ് ഹാർവേഡ് യൂണിവേഴ്സിറ്റിയാണ്. അവിടെ പഠിപ്പിക്കുന്ന അതായത് തിയോളജി പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഒരു എത്തീസ്റ്റാണ്. തിയോളജി പഠിപ്പിക്കുന്ന ക്ലാസ് യേശു ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ. എങ്ങനെയുണ്ട്? ഹൈറ്റ് ഓഫ് നോൺസെൻസ് അല്ലേ ഇതൊക്കെ, ചിന്തിച്ച് നോക്കിയാൽ. അപ്പം ഒത്തിരി പഠിച്ചതുകൊണ്ടോ ഒത്തിരി കൊണ്ടൊന്നും അല്ല കാര്യം. അല്പജ്ഞാനമുള്ളത് ദൈവത്തിലാണെങ്കിൽ അത് പ്രയോജനപ്പെടും. എന്നാൽ താഴെയുള്ള ചില പാവം പിടിച്ച ടീച്ചേഴ്സ് അവരുടെ മക്കളെല്ലാം പഠിപ്പിച്ചു, ഇന്നത് തെറ്റുള്ള എത്ര പേരുണ്ട് ഇല്ലേ? അതൊക്കെ നമ്മൾ കണ്ടുപഠിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് എങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി വേണം എന്നുള്ള ചിന്തയല്ല. വേണം എന്നുള്ള ചിന്തിക്കുന്നത് തെറ്റെന്നല്ല ഞാനും. അത് ദൈവത്തിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചോളി. പക്ഷേ കിട്ടുന്ന നോളജ് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കൃപ വേണം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ കടന്നു ചെല്ലുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തനം, അവിടുത്തെ ജ്ഞാനം ഒക്കെ നമുക്ക് യേശുവിൻ്റെ നാമത്തിൽ കൊടുക്കാൻ ദൈവം അധികാരം തന്നിട്ടുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് സംഭവിക്കണം. കാരണം യേശു എവിടെ കൂടിയിരുന്നു അവിടെ എല്ലാ അതിശയങ്ങളും അനുഗ്രഹങ്ങളും കൃപകളും സൗഖ്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. അതൊന്നും ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല. നമ്മളെത്ര അടച്ചു വെച്ചാലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. അപ്പോൾ ഞാൻ ഇപ്പം മനസ്സ് ചിന്തിക്കുന്നത്, വെള്ളം കുറേ നാൾ മഴ പെയ്യുന്നില്ല എങ്കിൽ ഭൂമി ഉണങ്ങിപ്പോവും. പക്ഷെ ദൈവം തക്ക സമയത്ത് നമുക്ക് മഴ അയച്ചു തരുന്നുണ്ടല്ലേ? അതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ വഹിക്കുന്ന വിശ്വാസികളോടാണ് ഈ പറയുന്നത്. പക്ഷേ എത്രമാത്രം നമ്മൾ മാനിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ ഈ 12:2 ഞാൻ വായിക്കുന്നത്. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. അപ്പം റിന്യൂവിങ് യുവർ മൈൻഡാണ് അത്. റിന്യൂ എന്ന് പറയുമ്പോഴേ ഈ ലോകത്തിന് അനുരൂപമാകരുത്. ഈ ലോകത്തിന് അനുരൂപം നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കടമുണ്ടെങ്കിൽ നമ്മുടെ കടം വീട്ടതിനെക്കുറിച്ചാണ് പിന്നെ ചിന്തിക്കുന്നത്. കുഞ്ഞുങ്ങളെ പഠിക്കത്തില്ലെങ്കിൽ അയ്യോ ഇന്നെങ്ങനെ കുഞ്ഞിനെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, കൊച്ചു സ്കൂളിൽ പോകത്തില്ലെന്ന് വഴക്കം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതം അന്നത്തെ ദിവസത്തെ പരിപാടി തീർന്നു ഇല്ലേ? എത്ര പേരെ എന്നെ വിളിച്ച് പറയുന്നു പരീക്ഷ എഴുതത്തില്ല, എഴുതിപ്പിക്കാനൊക്കെ കൊച്ചിനെ ഇല്ല. ഭക്ഷണം കഴിക്കത്തില്ലെന്ന് ഒരാൾ നിർബന്ധം പറഞ്ഞ് നമ്മൾക്ക് അടിച്ച് തീറ്റിക്കാനൊക്കെ ഒക്കത്തില്ല. ഇറ്റ്സ് ആർ നോട്ട് പോസിബിൾ. എന്തിനാ ഒരു ചെറിയ പട്ടിയെ പോലും വെള്ളം കൊണ്ട് വെച്ച് കുടിക്കാതെ പറഞ്ഞാൽ അത് കുടിക്കത്തില്ല. നമ്മൾ നിർബന്ധിച്ച് അതിന് തോന്നണം. അപ്പോൾ നമ്മുടെ കഴിവൊക്കെ ഇത്രയും ഉള്ളെന്നേ. നമ്മൾ ഒത്തിരി അങ്ങനെ അതാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അത് മനോഹരമായിട്ട് ചന്തമായിട്ട് ഉചിതമായിട്ട് അത് ചെയ്തെടുക്കും. അത് കാണണം, അത് നമ്മൾ മനസ്സിലാക്കാൻ അതിന് മെച്യൂരിറ്റി വേണം. പെട്ടെന്നൊന്നും ഉണ്ടാകത്തില്ല. ചെറുപ്പക്കാർക്കത് കുറച്ച് കുറവുണ്ട്. കാരണം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇത് തീയിലിട്ട് ചൂളയിലിട്ട് തീ കത്തിക്കുന്ന പോലെ കൊണ്ടുവരണമല്ലോ. അതല്ല എങ്കിലല്ലേ പറഞ്ഞ പോലെ പിന്നെ പ്രവാസ ജീവിതം കഴിഞ്ഞിട്ട് കഷ്ടപ്പെട്ട് അടിച്ച് നല്ലവണ്ണം ശിക്ഷണത്തിൽ കൊണ്ടുവന്ന് പിന്നെ ദൈവത്തെ കാണുമ്പോൾ അവർക്ക് അതിന് വിലയുണ്ട്. അത് ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ലല്ലോ വളർത്തുന്നത്. നമ്മൾ പറയേണ്ടത് ഈ നേരം വെളുക്കുമ്പോഴേ നമുക്കെന്തോ ശരിയല്ലെന്ന് തോന്നുക, എനിക്ക് ഇച്ചിരി വേദനയുണ്ട്, അയ്യോ ഇതിന് വല്ല രോഗമാണോ. പിന്നെ ഒന്ന് ആശുപത്രിയിൽ പോകുമ്പം ഡോക്ടേഴ്സ് ഒന്ന് സംശയിച്ച് നോക്കി നമ്മൾ വിചാരിക്കും ലോകത്തിലേക്കും ഏറ്റവും പ്രയാസമുള്ള രോഗമാണ് നമ്മൾ ചിന്തിക്കും. പിന്നെ ഈ സെയിം ഓൾഡ് സ്ട്രഗിള് നേരം വെളുക്കുമ്പം തൊട്ട് വൈകിട്ട് വരെയും ഇന്നലെ ചെയ്ത അതേപോലെയുള്ള ജോലി ഇന്ന് ചെയ്യുന്നു. ദർ ഇസ് നോ ചേഞ്ച്. ലൈഫ് ഈസ് സോ മിസറബിൾ. ഇനി എന്തിനാ ഇങ്ങനെ കഴിയുന്നതെന്നൊക്കെ ചിന്തിക്കുന്ന എത്രയോ പേരുണ്ട്. എത്രയോ ചെറുപ്പക്കാരോട് ചോദിച്ചാൽ അവർ പറയും അയ്യോ ഈ ജോലിയുടെ പരിപാടി അങ്ങ് നിർത്തിയിരുന്നെങ്കിൽ. കാരണം ഇതുകൊണ്ടൊരു പ്രയോജനവും ഇല്ല. ഇപ്പം നമ്മൾ ഈ പുറത്തൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്നവർക്ക് അവർ പോയി കഷ്ടപ്പെടുന്നത്
അവരവിടെ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി തിരിച്ചു വന്ന് സന്തോഷിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് എത്ര പേർക്ക് വരാൻ വെക്കുന്നുണ്ട്. അതുപോലെ ടീച്ചേഴ്സ്, ജോലി ചെയ്യുന്നവർ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് പിന്നെ ഒറ്റ വർഷത്തിനകം മരിച്ചു പോകുന്നുണ്ട്. ജോലി ചെയ്ത ബാങ്ക് ഓഫീസേഴ്സ് റിട്ടയർ ചെയ്ത് വെച്ചിട്ട് 2 വർഷത്തിനകം അവരും മരിച്ചു പോകുന്നു. എന്താ? ബിക്കോസ് ഇതെല്ലാം മൂവൺ അറൗണ്ട്. അതായത് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുഴുവനും വേറെ ഒരു ഫൗണ്ടേഷനില്ല. അതുകൊണ്ട് അത് എൻജോയ് ചെയ്യാൻ ഒക്കാത്ത വണ്ണം വയസ്സുകാലത്ത് അതൊരു അനുഗ്രഹമാകാതെ മാറുന്നു. ഈ സ്ട്രഗിള് മാറണമെങ്കിൽ സെയിം തോട്ട്, സെയിം പ്രോബ്ലംസ്, അതായത് ദൈവത്തിനെക്കുറിച്ച് ശരിയായിട്ട് അറിയാൻ വയ്യാത്തതിനാൽ നമ്മൾ ഇരുട്ടിൽ കിടന്ന് തപ്പി നടക്കുന്നവരെ പോലായി മാറുക. അപ്പം ഈ ഭയങ്ങൾ നമ്മളെ പാരലൈസ് ചെയ്യാണ്. ഒരു പ്രായമാകുമ്പോൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനില്ലെങ്കിൽ ഈസ് ഫിയർഫുൾ. നോക്കാനൊരു മക്കളോ മരുമക്കളോ ആരെങ്കിലും ഒന്ന് വിളിക്കാനോ ചോദിക്കാനോ ഇല്ലെങ്കിൽ ഉള്ള സ്വത്ത് മുഴുവൻ അവരിട്ടേച്ച് വേറെ എവിടെയെങ്കിലും വൃദ്ധാലയത്തിൽ പോയി താമസിക്കേണ്ടി വന്നാൽ ഇറ്റ്സ് എ പെയിൻഫുൾ ഇഫക്റ്റ്. എന്താണ് അത് സംഭവിക്കാതിരിക്കാൻ ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കണം. കർത്താവ് ഇതൊന്നും അറിയാത്ത ദൈവമല്ല, പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ വെർബലൈസ് ചെയ്ത് പറയാൻ, കർത്താവ് എൻ്റെ വയസ്സുകാലം, അത് വയസ്സുകാലം ഏറ്റവും ശരിയാക്കി നടത്തുന്ന വേദപുസ്തകത്തിൽ യോബിൻ്റെ ജീവിതം അങ്ങനെ, ദ ലാറ്റർ ഡേയ്സ് വാസ് ബെറ്റർ ദാൻ ദ ഫോർമർ ഡേയ്സ്. യോബിൻ്റെ പിൽക്കാലം മുൻപുള്ള കാലത്തെക്കാട്ടിലും അനുഗ്രഹമായിരുന്നു. ജോസഫിൻ്റെ പിൻജീവിതം ആദ്യ ജീവിതത്തെക്കാട്ടിലും എളുപ്പം. ദാവീദിൻ്റെ കാര്യം നോക്കാം. എന്നാൽ സലോമോൻ്റെ അങ്ങനെയല്ല. സലോമോൻ എല്ലാം ദൈവം കൊടുത്തു, കാരണം അപ്പൻ്റെ പ്രയത്നത്തിൽ. എന്നിട്ട് സലോമോൻ പ്രയത്നിച്ചല്ലല്ലോ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവസാന കാലത്ത് നേരെ തിരിച്ചും പോയി. So it is really, when you really see things in the perspective of God, എല്ലാത്തിനും കഷ്ടതയ്ക്ക് സ്ഥാനമുണ്ട്, താമസത്തിന് സ്ഥാനമുണ്ട്, പ്രയാസം വരുന്നതിനൊരു സ്ഥാനമുണ്ട്. ഇപ്പോൾ ബുദ്ധി തന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, നമുക്ക് ആരോഗ്യം തന്നതിന് ദൈവത്തിനൊരു ഉദ്ദേശം. ഇതൊക്കെ നമ്മൾ ദൈവത്തോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കണം. നമ്മൾ ആരാ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ കടന്ന് വരണം. അപ്പം എന്നും ഈ കഷ്ടവും ദുരിതവും പ്രയാസവും കൊണ്ട് നിൽക്കുന്ന മനുഷ്യരോട് ദൈവം പറയുകയാണ്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ എന്നും ഭാരം. ഈ ഭാരം അതായത് നമ്മുടെ തോളയിൽ ഈ നമുക്ക് വഹിക്കാൻ വയ്യാത്ത ലോഡും കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. അത് നമ്മളെക്കുറിച്ചാകാം, പണസംബന്ധ കാര്യമായിരിക്കാം, മക്കളെക്കുറിച്ചായിരിക്കാം, മറ്റുള്ള ഒന്നുമില്ല വല്ലവരുടെയും കാര്യം കയറ്റി വെക്കും. ഈ ലോഡൊന്ന് ഇറക്കി വെക്കാൻ ഈ അത്താണി എന്ന് പറയുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, പണ്ട് കാലങ്ങളിൽ പിന്നെ വെജിറ്റബിളും സാധനമൊക്കെ ആളുകൾ തലയിൽ ചുമന്നുകൊണ്ടാണ് അവർ വിൽക്കാൻ വരുന്നത് മാർക്കറ്റുകളിപ്പോൾ അങ്ങനത്തെ മാർക്കറ്റ് വളരെ കുറവുണ്ട് എവിടെയൊക്കെ ആയിട്ട്. ഇപ്പോൾ പഴയ പോലില്ല. പക്ഷെ ഇവർ കൊണ്ടുവരുമ്പോൾ ഇവരുടെ തലയിൽ വെച്ചിരിക്കുന്ന ലോഡ് ഇറക്കി അല്പനേരം ഒന്ന് വെച്ച് ആശ്വസിക്കണമെങ്കിൽ ആര് പിടിക്കാൻ ആരുമില്ല. അപ്പോൾ അവരുടെ അത്രയും ഹൈറ്റിൽ വലിയ 2 കല്ല്, അതിൻ്റെ മുകളിലൊരു കല്ലും കൂടെ വെച്ചിട്ടുണ്ട്. കാരണം ഇവരുടെ ലോഡ് അതേലോട്ട് ഇറക്കി വെക്കാൻ. അതിന് അത്താണി എന്ന് പറയുന്നത്. എൻ്റെ ഭാരം വേറെ അടുത്തോട്ട് ഇറക്കി വെക്കുക. കർത്താവ് നമുക്ക് മുമ്പ് എന്ന് കുരിശ് വായിച്ചേച്ച് പറയാം, ഗിവ് മീ ഓൾ യുവർ പ്രോബ്ലംസ്, നിൻ്റെ പ്രോബ്ലം എനിക്കിതാ. പക്ഷെ നമുക്കിത് കൊടുക്കാൻ ഒക്കുമെന്ന് പോലും അറിയത്തില്ല. പറയാൻ എളുപ്പമാണ്, പക്ഷെ ഇത് ചെയ്തെടുക്കാൻ ഒക്കുന്നില്ല. അത് ദിനം പ്രതി ചെറിയ ചിന്തകളിലുള്ള നെഗറ്റീവ് തോട്ട്സ് പോലും യേശുവിനെ ഹാൻഡ് ഓവർ ചെയ്യാൻ പഠിക്കണം. എന്നിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്യണം. കർത്താവിൽ നിന്നൊരു പുതിയ ഐഡിയ അതിന് തിരിച്ചു തരാൻ തക്കണം. ഈസ് റിയലി അത് വളരെ മനോഹരമാണ്. അപ്പോൾ നമുക്ക് ഒരാളോട് വിദ്വേഷമുണ്ട്, അവന് ശരിയല്ല, അവന് സുഖമില്ലെന്നറിഞ്ഞു, അവന് ഇച്ചിരി നേരം അവിടെ കിടക്കട്ടെ, അത് ആദ്യത്തെ ചിന്തയായിരിക്കും സുഖയിലുണ്ട്. പക്ഷെ കുറച്ച് നേരം കർത്താവിന് മുമ്പിൽ ഇങ്ങോട്ട് പറയും, നീ ഒന്ന് പോയി കാണും, എന്തെങ്കിലും ഒരു സാധനം അവർക്ക് വാങ്ങിച്ചുകൊണ്ട് പോകും, അവരുടെ കൂടെ പോയി ഇച്ചിരി നേരം ഇരിക്കുക. അപ്പോൾ നമ്മൾ 2 ചിന്തകൾ കയറി വരും, ഒരേ ചിന്ത. എന്നാൽ നമ്മൾ ആത്മാവുള്ളവരാണെങ്കിൽ 2ാം ചിന്ത എടുക്കും, വി ആർ ഗോയിങ് ടു സീ ദം. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ നിസ്സഹായ അവസ്ഥ കാണുമ്പോൾ നമ്മളുള്ള ദേഷ്യം എല്ലാം മാറുകയും ചെയ്യും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. നന്മ ചെയ്ത് ഹൂ വൺ ദ വിക്ടറി? പരിശുദ്ധാത്മാവും നമ്മളും. അത് നമ്മൾ പോയില്ലെങ്കിലും കയ്പ് നീരിൽ നമ്മളെ കാണാം, അവരുടെ വേദന പോലും നമ്മുടേതായിട്ട് നമ്മൾ അവരെക്കാട്ടി മോശമായി മാറും. അതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ബി കമ്പാഷനേറ്റ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടല്ല, അറിയുന്നിടത്തോളം കാലം കഴിവതും നന്മ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. വി ആർ നോട്ട് പെർഫെക്റ്റ് പീപ്പിൾ, അല്ലല്ലോ. പക്ഷെ ദൈവം പറയുന്നത് ഈ ലോകത്തിന് അനുരൂപമാകാതെ, ഈ ലോകം ശരിയല്ല, അങ്ങനെ അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയും, നന്മ പ്രസാദം പൂർണ്ണതയുള്ള ദൈവഹിതം, ഗുഡ് പ്ലീസിങ് ആൻഡ് പെർഫെക്റ്റ് ഗുഡ് വിൽ,
നന്മ, പ്രസാദം, പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നെന്ന് തിരിച്ചറിഞ്ഞു. മനസ്സ് പുതുക്കണം, മനസ്സ് പുതുക്കണം. ഇത് ദിനം പ്രതി ചെയ്യേണ്ട ഒരു കാര്യം. മരണം വരെ ഇത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ടതാണ്. അത് എങ്ങനെ പഠിപ്പിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഞാനിപ്പോൾ എപ്പോഴും ഈ വചനത്തിനകത്ത് നിൽക്കുന്നത് കൊണ്ട് എനിക്കത് പ്രയോജനമായിട്ടുണ്ട്. പക്ഷെ എനിക്ക് പ്രയോജനമായതിൻ്റെ റീസൺ, എനിക്കൊരു വിളി, ദൈവം ഒരു ദൃഢമായ ഒരു വിളി വിളിച്ച് മാറ്റി നിർത്തിയിരിക്കുക. അത് എത്ര പേര് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. എല്ലാവർക്കും ഇതുപോലെ ഓരോ വിളികളുണ്ട്. ചിലർക്ക് പാട്ട് പാടാനായിരിക്കും, ചിലർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനായിരിക്കും, ചിലരെ ആശ്വസിപ്പിക്കും. എനിക്കറിഞ്ഞൂടാ നിങ്ങളുടെ താലന്ത് എന്തുവാന്ന്. പക്ഷെ ഈ ലോകത്തിന് അനുരൂപമാകല്ലേ, ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാൻ അല്പസമയം ദൈവസന്നിധിയിൽ വന്ന് നമ്മളെ തന്നെ ഏൽപ്പിക്കുക. ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കും, അനുഗ്രഹിച്ചിരിക്കുന്നു. നിശ്ചയമായിട്ടും പച്ചപ്പുൽപ്പുറത്ത് അവൻ നമ്മളെ കിടത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. നാഥ, മനസ്സ് പുതുക്കാൻ നീ പറയുകയാണ്. മനസ്സ് ശരിയായിരുന്നെങ്കിൽ പുതുക്കേണ്ട ആവശ്യമില്ലല്ലോ. ദിനം പ്രതി കയറി വരുന്ന 1000 ചിന്തകളിൽ വേണ്ടാത്തതെല്ലാം ഒഴുക്കി കളഞ്ഞേച്ച് വേണ്ടുന്നതിനെ നല്ലത് പിറക്കിയെടുത്ത് അതിനെ മാത്രം കിളിർത്ത് അതിനെ നല്ല വിത്താക്കി കണ്ട് അത് വളർത്തിയെടുക്കാൻ തന്നെ ഒരു ആയുസ് വേണം. കർത്താവേ, നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ആവശ്യമില്ലാത്ത നോളജും ആവശ്യമില്ലാത്ത റീഡിങ്ങും എല്ലാം ആവശ്യമില്ലാത്ത സ്കൂളിലെ പഠിപ്പീരൊന്നും ആറ്റി കൊടുക്കണം. പക്ഷേ ചില സ്കൂളുകളിലൊന്നും പഠിപ്പിക്കുന്നത് പോലും ശരിയല്ല. നല്ല ടീച്ചേഴ്സിനെ കൊടുക്കണം, നല്ല കൂട്ടുകാരെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അവർ പോകുന്ന വഴിയിൽ നിനക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ കുരിശ് നാട്ടണം. അവർ പോകരുത് അവിടെ. നീ നാട്ടിയാൽ അത് നാട്ടിയത് തന്നെ. നിനക്ക് വെള്ളം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ വെള്ളം ഒഴിച്ച് കഴുകിക്കൊണ്ടേയിരിക്കണം. കുറവുകൾ കണ്ടാൽ അപ്പച്ചൻ ശിക്ഷിക്കേണ്ടിയപ്പോൾ ചെറുതായിട്ട് ശിക്ഷിച്ച് തന്നെ തിരിച്ചു കൊണ്ടുവരണം. വഴിതെറ്റിപ്പോകാൻ വിട്ടുകളയല്ലേ. ഇടയൻ സൂക്ഷ്മതയോടെ നോക്കുന്ന ദൈവമാകിയാൽ നന്ദിയോടെ സ്തോത്രം. ആടുകൾക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല അപ്പച്ച. അതിൻ്റെ വിചാരം അതിന് ബുദ്ധി ഉണ്ടെന്ന്. പക്ഷേ ബുദ്ധിയില്ലാത്ത ആടുകളാണെന്ന് സമ്മതിച്ചു കഴിയുമ്പം എൻ്റെ ശബ്ദം കേൾക്കും. എന്നും വിളിക്കുകയല്ലേ അപ്പച്ചൻ. അപ്പച്ചൻ്റെ ശബ്ദം കേൾക്കാൻ തക്കവണ്ണം ഇടയാക്കണമേ. പൗലോസിനെ വിളിച്ചു മാറ്റിയ ദൈവം ഞങ്ങളുടെ തലമുറകളെ വിളിച്ചു മാറ്റുന്നതിന് സ്തോത്രം. ഞങ്ങളുടെ തലമുറകളോട് കരുണ തോന്നി ഞങ്ങളുടെ പിതാക്കന്മാരുടെ പ്രാർത്ഥന കേട്ടിട്ട് ഞങ്ങളെ ബലപ്പെടുത്തി നിർത്തിയത്, ഞങ്ങളെ നേർവഴിക്ക് കൊണ്ടുവന്ന ദൈവം അടുത്ത തലമുറകളെയും ഇനിറ്റേണിറ്റി തലമുറകളെ നീ വീണ്ടെടുക്കും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.